Shalabakara, 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 Shalabakara. Fill me, fill me, fill me, fill me, fill me, fill me. Shalabala, halabala, halabala, halabala. ആരാധിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് നിത്യ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സാധ്യമല്ല
Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. എല്ലാവർക്കും സ്വാഗതം. കറ്റേന ഔറയ ബൈബിൾ പഠനത്തിൻ്റെ 877 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി 2-ാം തീയതി ഫെബ്രുവരി 19-ാം തീയതി. ഈ തത്സമയ പ്രസംഗം നടക്കുന്നത് അത്ഭുതകരമാണ്. നമ്മളിവിടെ നോർത്ത് അയർലൻഡിലുള്ള ഒരു ഭവനത്തിൽ നിന്നാണ് ഇത്. ഇന്ന് മുതൽ 3 ദിവസം ഇവിടെ ശുശ്രൂഷയാണ്. ആൻട്രീം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ആൻട്രീം, നോർത്ത് അയർലൻഡിലെ ആൻട്രീം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ ഈ 3 ദിവസം ഇവിടെയുണ്ട്. അതിനുശേഷം അയർലൻഡിലെ നോക്കിലേക്ക് പോകും, നോക്ക്. പിന്നെ അവിടെ നിന്നും അപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഇതുപോലെ രാവിലെ ഈ ശുശ്രൂഷ നടത്തും. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്ത് ഇംഗ്ലീഷിൽ ശുശ്രൂഷ ആരംഭിക്കാം നമുക്ക്. അങ്ങനെ രാവും പകലും ശരബക്കാര ശലബക്കാര ലബാറബക്കാര. ഇതാ വരുവി, നമുക്ക് പിതാക്കന്മാരുടെ മാധ്യസ്ഥമെടുത്ത് പ്രാർത്ഥിക്കാം. കറ്റേന ഔറയ എന്നത് ഒരു വലിയ സംഭവമാണത്. സുവിശേഷ വ്യാഖ്യാനത്തിൻ്റെ ഇതുപോലെ മറ്റൊന്നില്ല. സഭയുടെ ഔദ്യോഗികമായ ഈ സുവിശേഷ വ്യാഖ്യാനത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുവന്നെത്തിച്ചതിന് നന്ദി പറയാം. ഇത് വലിയ ഒരു നിധിയാണ്. നമ്മൾ ജീവിതകാലം മുഴുവനും ആസ്വദിച്ചാലും തീരാത്ത അത്രയ്ക്ക് വലിയൊരു നിധിയാണ്. ഈ ബൈബിൾ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എത്ര ദിവസം കൊണ്ട്, 1 വർഷം കൊണ്ട് പഠിക്കുമോ? നമ്മൾ 4 വർഷം എടുത്തിട്ടും മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പകുതി പോലും ആയില്ല. ജീവിതകാലം പഠിക്കുന്ന ഒന്നാണ് സുവിശേഷം. ജീവിതകാലം പഠിച്ചാലും തീരാത്ത ഒന്നാണ് സുവിശേഷം. ഈ സഭാപിതാക്കന്മാരുടെ ജീവിതത്തിൽ നിന്നും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതകാലം പഠിച്ചാലും. എന്നോട് പലരും ചോദിച്ചു, ബ്രദർ പുസ്തകമൊന്നും എഴുതണില്ലേ? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ആ പുസ്തകത്തിൽ രേഖണമായി ആവില്ല, വേറെ പുതിയ കാര്യങ്ങളായിരിക്കും. എന്ത് ചെയ്യാം? ഇപ്പം കർത്താവ് എപ്പോഴും പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കണോ വേണ്ടയോ? അതുകൊണ്ട് പുസ്തകം എഴുതിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എഴുതുന്ന പുസ്തകമാണ് ഈ യൂട്യൂബ് മുഴുവനും. യൂട്യൂബിലെ 35,000 വീഡിയോകളും ഞാൻ എഴുതുന്ന പുസ്തകമാണെന്ന് വിചാരിച്ചോളൂ. ഹല്ലേലൂയ. ഇതൊരു പുതിയ എഴുത്ത് രീതിയാണ്. വരുവിൻ, നമുക്ക് നന്ദി പറയാം. 1264 അന്നത്തെ മാർപ്പാപ്പ അർബൻ 4-ാമൻ മാർപ്പാപ്പയ്ക്ക് കർത്താവ് കൊടുത്ത വലിയ ഒരു പ്രചോദനമായിരുന്നു. 4 സുവിശേഷങ്ങൾക്കും സഭയ്ക്ക് ഒരു ആധികാരികമായ പ്രബോധനം ഉണ്ടാകണമെന്ന്. ആധികാരികമായ പ്രബോധനം, ആധികാരികമായൊരു വ്യാഖ്യാനം. ആ വ്യാഖ്യാനം ഉണ്ടാക്കാൻ ആരെയും കഷ്ടപ്പെടണ്ട. അത് സഭാപിതാക്കന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? അങ്ങനെ സഭാപിതാക്കന്മാരുണ്ടാക്കി വച്ചിട്ടുള്ള ആ വ്യാഖ്യാനങ്ങൾ നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ചേരുംപടി ചേർത്ത് ഓരോ വചനത്തിൻ്റെയും കണക്കിലെടുത്ത് ക്രോഡീകരിക്കാൻ വേണ്ടി മാർപ്പാപ്പയോട് ആവശ്യപ്പെടുകയും മാർപ്പാപ്പ അതിന് പറ്റിയ ഒരാളെ കണ്ടെത്തി, അത് പരിശുദ്ധാത്മാവ് തന്നെ ഒരുക്കിയ ഏഞ്ചലിക് ഡോക്ടർ എന്ന് പറയും. ദൈവമേ, അവരെക്കുറിച്ചെല്ലാം അവരോടൊപ്പമെല്ലാം ചിന്തിക്കാൻ നമുക്ക് ദൈവം അനുവദിച്ചല്ലോ. ഏഞ്ചലിക് ഡോക്ടർ. അപ്പോൾ ആ ഏഞ്ചലിക് ഡോക്ടർ വിശുദ്ധ തോമസ് അക്വീനാസിനെ
വരുവിൻ, നമുക്ക് ആ പിതാക്കന്മാരുടെ പ്രബോധനത്തിന് വേണ്ടി പഠിക്കുന്നതിന് കുറേശ്ശെ പഠിക്കാൻ പറ്റുള്ളൂ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത്. കുറേശ്ശെ പഠിച്ചാൽ മതി. പക്ഷെ അത് പഠിക്കണത് മനസ്സിലാകണമെങ്കിൽ, മനസ്സിൽ ലയിക്കണമെങ്കിൽ ഈ പിതാക്കന്മാരോടും കൂടി പ്രാർത്ഥിക്കണം. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അഗസ്തീനോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ റാബാൻ, വിശുദ്ധ ജെറോം, വിശുദ്ധ ജെറോം, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം, വിശുദ്ധ റാബാനോസ്, വിശുദ്ധ റമേജിയോസ്, വിശുദ്ധ സിപ്രിയാൻ, വിശുദ്ധ കാസിയാൻ, വിശുദ്ധ സിപ്രിയാൻ, വിശുദ്ധ കാസിയാൻ, വിശുദ്ധ സിപ്രിയാൻ, വിശുദ്ധ കാസിയാൻ, വിശുദ്ധ അൻസലേം, വിശുദ്ധ ഹിലാരി. ശലബല ഹലബല 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 ഹലബല. ശലബല ഹലബല 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 ഹലബല. വിശുദ്ധ ഹിലാരി. തെർട്ടുല്യൻ, യോർഗൻ, ബീഡ്, ഒറിജിൻ, തെർട്ടുല്യൻ, ജോർഗൻ, ബീഡ്, ഒറിജിൻ പിതാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ജോൺ ഡമാസീൻ, വിശുദ്ധ പീറ്റർ ക്രിസോലോഗോസ്, വിശുദ്ധ ഗ്രിഗറി ഓഫ് നൈസ, വിശുദ്ധ ഗ്രിഗറി ഓഫ് നസ്യാൻസൻ, വിശുദ്ധ പോളിക്കാർ, വിശുദ്ധ ഹിപ്പോലിറ്റസ്, വിശുദ്ധ അത്തനാസിയോസ്, വിശുദ്ധ ഇറേനിയോസ്, വിശുദ്ധ പ്രേം, വിശുദ്ധ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ, സിറിൽ ഓഫ് ജെറുസലേം, ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ, ക്ലെമന്റ് ഓഫ് റോം, വിശുദ്ധ ഇഗ്നേഷ്യസ് ഓഫ് ലയോള, ഇഗ്നേഷ്യസ് ഓഫ് അന്റിയോക്ക്, വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ്, ബേസിൽ ദ ഗ്രേറ്റ്, ലിയോ ദ ഗ്രേറ്റ്, ബേസിൽ ദ ഗ്രേറ്റ്, വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ്, ബേസിൽ ദ ഗ്രേറ്റ്, വിശുദ്ധ വിശുദ്ധ ലിയോ ദ ഗ്രേറ്റ്, ബേസിൽ ദ ഗ്രേറ്റ്, വിശുദ്ധ ഹലബല 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 ഹലബല. വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ്, വിശുദ്ധ Macarius the Great, വിശുദ്ധ Pachomius the Great, വിശുദ്ധ Antonius the Great, വിശുദ്ധ Basil the Great, വിശുദ്ധ ബേസിൽ, വിശുദ്ധ തോമസ് അക്വിനാസ്, അതോടൊപ്പം ഈ കാലഘട്ടത്തിലെ വിശുദ്ധന്മാരായ വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ, വിശുദ്ധ പോൾ 6 മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ, വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ്, വിശുദ്ധ തെരേസ് ഓഫ് ആവില, തെരേസ് ഓഫ് ലിസിയോ, കാതറിൻ ഓഫ് സിയന, ഫ്രാൻസിസ് ഡി സേൽസ്, സെയിൻറ്റ് ബൊനാവെൻച്യൂർ, മറ്റ് എല്ലാ വേദപാരംഗതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹലബല 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 ഹലബല. പ്രൈസ് ദ ലോർഡ്. ഇനി നമ്മൾ പ്രവചനത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രവചനം വേണമോ? വെരി ഗുഡ്. മെനി ഈസ് സോ പ്രോംപ്റ്റ്. എല്ലാവരും തയ്യാറായിക്കൊള്ളൂ പ്രവചനത്തിനായി. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും
കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും, ഹല്ലേലൂയ, അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും വിശ്വസിക്കുക. ആ ആശ ജോയേൽ പ്രവാചകനിലൂടെ പൂർത്തിയാക്കി. ജോയേൽ പ്രവാചകനിലൂടെ പ്രവചിച്ചു. ആ പ്രവചനം നൽകിയ ജോയേൽ പ്രവാചകനിലൂടെ പ്രവചിച്ചു. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരുടെ മേലും വരും. അത് പന്തക്കോസ്തായിലൂടെ പൂർത്തിയായി. കർത്താവിൻ്റെ ആത്മാവ് എല്ലാ മനുഷ്യരുടെ മേലും വന്നിരിക്കുന്നു. അവർ പ്രവചിക്കുന്നു. പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ എന്ന് പൗലോസ് പറയുന്നു. വരുവിൻ, നമുക്ക് പ്രവചനത്തിനായി കാതോർക്കാം. എല്ലാവരും കാതോർക്കണം. എല്ലാവരും ദാഹിക്കണം. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം. ദൈവം അരുളി ചെയ്യുന്ന അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ശലബ ശലബല ഹലബല 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 ശലബല ഹലബല 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 ശല ഹലബല 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 ശലബല ഹലബല. വരുവിൻ, നമുക്ക് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാവരും തൊണ്ട ശരിയാവണില്ല. Doma, praise the Lord, Doma. Halabala, 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 halabarakira, labarakira, makara bakura, my beloved people, എൻ്റെ വാത്സല്യഭാചനങ്ങളെ, എൻ്റെ ജ്ഞാനവും എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവിൽ ലയിപ്പിക്കുന്നു. എൻ്റെ ജ്ഞാനവും എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവിൽ ഞാൻ ലയിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അഭൂതപൂർവമായ ജ്ഞാനവും ശക്തിയും ഞാൻ നൽകുന്നു. സകല പിശാചുക്കളുടെ മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. എൻ്റെ പ്രകാശം തന്നെ നിങ്ങളിൽ നൽകിയിരിക്കുന്നത് കൊണ്ട് എല്ലാ അശുദ്ധാരൂപികളുടെയും മേലും നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം, എൻ്റെ പ്രകാശം നിങ്ങളുടെ ആത്മാവിലൂടെ ഈ ലോകത്തിൻ്റെ എല്ലാ അന്ധകാരത്തെയും അകറ്റാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ലോകത്തെ എൻ്റെ മേൽ വിജയം സ്ഥാപിക്കുന്നത് എൻ്റെ പ്രകാശം നിങ്ങളുടെ ആത്മാവിലൂടെ നിങ്ങളായിരിക്കുന്ന ഓരോ മേഖലകളിലും പ്രകാശിപ്പിച്ചുകൊണ്ട് അന്ധകാരത്തെ ഞാൻ കീഴടക്കും. ഞാൻ അന്ധകാരത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്ന നിങ്ങളിൽ ഞാൻ നൽകിയിരിക്കുന്ന എൻ്റെ പ്രകാശം അന്ധകാരത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്ന പ്രകാശമാണ്. അന്ധകാരത്തിന് ഇനി ശക്തിയില്ല. അന്ധകാരത്തിനെ കണ്ട് നിങ്ങൾ ഭയപ്പെടാതെ, അന്ധകാരത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടെന്നും നിങ്ങൾ ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നതെല്ലാം നിങ്ങളിൽ വസിക്കുന്ന ശക്തിയാൽ
നിങ്ങൾ ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങളിൽ വസിക്കുന്ന ശക്തിയാൽ നടപ്പാക്കും. നിങ്ങളിൽ വസിക്കുന്ന ശക്തി ഞാൻ തന്നെയാണ്. നിങ്ങളിൽ വസിക്കുന്ന ശക്തി എൻ്റെ അഭിഷേകമാണ്. നിങ്ങളിൽ വസിക്കുന്ന ശക്തി എൻ്റെ വചനമാണ്. നിങ്ങളിൽ വസിക്കുന്ന ശക്തി എൻ്റെ ആത്മാവാണ്. നിങ്ങളിൽ വസിക്കുന്ന ശക്തി എൻ്റെ ജ്ഞാനമാണ്. നിങ്ങളിൽ വസിക്കുന്ന ശക്തി എൻ്റെ പരിശുദ്ധാത്മാവാണ്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ലോകത്തിലും നിങ്ങൾക്ക് ചുറ്റുമുള്ളത് എന്തെല്ലാം മാനുഷികതയാകാം, പൈശാചികതയാകാം, എന്നാൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ മേൽ അധികാരം തന്നിരിക്കുന്നു. അവയൊന്നും നിങ്ങളെ ഉപദ്രവിക്കാത്ത രീതിയിൽ നിങ്ങൾ അവയെ നിഷ്കാസനം ചെയ്യാൻ ഞാൻ അധികാരം തന്നിരിക്കുന്നു. പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ഞാൻ അധികാരം തന്നിരിക്കുന്നു. നിങ്ങൾ അധികാരമുള്ളവരാണ്. നിങ്ങളിൽ ഞാൻ വസിക്കുന്നു. നിങ്ങൾ എൻ്റെ രാജകീയതയുടെ ചെങ്കോൽ നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എൻ്റെ രാജകീയതയുടെ ചെങ്കോൽ നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ആ ചെങ്കോൽ എടുക്കുവിൻ. എല്ലാ അന്ധകാരത്തിനുമെതിരായി ചെങ്കോൽ എടുക്കുവിൻ. ചെങ്കോൽ കൊണ്ട്, എൻ്റെ രാജകീയ ശക്തി കൊണ്ട് സകലത്തെയും നിങ്ങൾ കീഴ്പ്പെടുത്തണം. അതാണ് സുവിശേഷം. സുവിശേഷം പ്രഘോഷിക്കണം. സുവിശേഷം ആകണം. സുവിശേഷം പ്രസരിക്കണം. സുവിശേഷകരെ വാർത്തെടുക്കണം. സുവിശേഷം പഠിക്കണം. സുവിശേഷമാകണം. ശരബക്കാര കാരബക്കാര ലബുരബക്കാര കീരലബാരബക്കാര. ഞാൻ നിങ്ങളെ ഇന്ന് പ്രത്യേകം അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പ്രകാശത്തിലൂടെ അന്ധകാരത്തെ കീഴടക്കാൻ ഞാൻ തന്നിരിക്കുന്ന ചെങ്കോലെടുക്കാനുള്ള അധികാരം ഞാനിതാ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എൻ്റെ ചെങ്കോൽ നിങ്ങൾ കൈവശമാക്കിയിരിക്കുന്നു. എൻ്റെ രാജകീയത നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ നിങ്ങൾ ഇന്നു മുതൽ പുതിയ കാര്യങ്ങൾ ചെയ്യും, വലിയ കാര്യങ്ങൾ ചെയ്യും, വിസ്മരണീയമായ കാര്യങ്ങൾ ചെയ്യും. നിങ്ങളല്ല, ഞാനാണ് നിങ്ങളിലൂടെ ചെയ്യാൻ പോകുന്നത്. ഞാനത് ചെയ്യും. ആമേൻ. താങ്ക് യു മിനി. ആ സങ്കീർത്തനം 110:2 പറയുന്നത്, സങ്കീർത്തനം 110:2 പറയുന്നത്, കർത്താവ് സിയോനിൽ നിന്നും നിന്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ അയക്കും. ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. എല്ലാവരും സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ തീർക്കുന്ന സൗഖ്യത്തിൻ്റെ സൗഖ്യം ഇതാണ്. ചുണ്ടിലെ ഒരു ചെറിയ കുരു പഴുത്തു നിൽക്കുന്നു. അത് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ചുണ്ടിലുള്ള പഴുത്തിരിക്കുന്ന ഒരു കുരു കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ശല
ചുണ്ടിലുള്ള ചെറിയ കുരു സൗഖ്യപ്പെടുത്തുന്നു. ഭയമെടുത്ത് മാറ്റുന്നു. വലിയ ഭയമാണ്, എന്ത് ചെയ്യുമ്പോഴും ഒരു ഭയമെടുത്ത് മാറ്റുന്നു. പൈൽസിൻ്റെ രോഗത്തിൽ നിന്ന് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പൈൽസിൻ്റെ രോഗം സൗഖ്യപ്പെടുത്തുന്നു. കർത്താവേ നന്ദി. നമുക്ക് ഉടനെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾക്ക് ഇനി അധികം സമയമില്ല. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഉടനെ റെഡിയായി കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനം, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിനെ അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. വരുവിൻ സ്നേഹമുള്ളവരെയും, നമ്മൾ വിശുദ്ധ സുവിശേഷം ശ്രവിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നതാണ് നമ്മുടെ പഠന വിഷയം. നമ്മൾ വിശുദ്ധ ഓറിജിൻ്റെ പ്രബോധനമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതൊന്നുകൂടി നമ്മൾ വായിച്ച് അതിനെ വിചിന്തനം ചെയ്യാൻ പോവുകയാണ്. വിശുദ്ധ ഓറിജിൻ, അതിൻ്റെ അവസാന വാക്ക് ഇതാണ്. വാക്കിന് തന്നെ അനേകം സൂചനകളുണ്ട്. ആരിലൂടെ ആരംഭമുണ്ടായോ ആ വ്യക്തി, അതായത് നിർമ്മാതാവ്. എന്തെന്നാൽ ക്രിസ്തു ആരംഭം എന്ന നിലയിൽ സൃഷ്ടാവാണ്. അതാണ് നമ്മൾ ഈശോയുടെ പേര് പറയണ്ട, ദൈവം എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ. ക്രിസ്തു ആരാണ്? ക്രിസ്തു അവനിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്, അവനിലൂടെയാണ് സകലതും ഉണ്ടായത്. കൊളോസ്യ ലേഖനത്തിൽ 1 കൊളോസോസ് 1:15-16 അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അതിശയവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ വിശുദ്ധ ഒറിജിൻ പറയുന്നത്, വചനം, വാക്കിന് അനേകം സൂചനകളുണ്ട്. ആരിലൂടെ ആരംഭമുണ്ടായോ ആ വ്യക്തി അതായത് നിർമ്മാതാവ്. എന്തെന്നാൽ ക്രിസ്തു ആരംഭം എന്ന നിലയിൽ സൃഷ്ടാവാണ്. ക്രിസ്തുവാണ് സകലത്തിൻ്റെയും ആരംഭം. കൊളോസോസ് 1:17 പറയുന്നത്, അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. ആ ക്രിസ്തു ഇപ്പം നമ്മളിൽ വസിക്കുന്നു. എന്താ നമ്മളീ പറയണേ? ആ ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ആ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. അതിൽ അവിടുന്ന് ജ്ഞാനമാണ്. പ്രൈസ് ദ ലോർഡ്. അവിടുന്ന് ജ്ഞാനമാണ്. ഓ ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ
സർവശക്തൻ്റെ ശുദ്ധമായ നിസ്സരണവുമായ ജ്ഞാനമേ ഞങ്ങളിൽ നിറയണമേ. ദൈവശക്തിയുടെ ശ്വാസം. ക്രിസ്തു ആരംഭം തന്നെ എന്ന നിലയിൽ സൃഷ്ടാവാണ്. അവിടുന്ന് ജ്ഞാനമാണ്. അതുകൊണ്ട് വചനം ആരംഭമാണ്. അതായത് ജ്ഞാനമാണ്. അതാണ് സകലത്തിൻ്റെയും ആരംഭം. ദൈവശക്തിയുടെ ശ്വാസമാണല്ലോ ആരംഭം. അതുകൊണ്ട് വചനം ആരംഭമാണ്. അതായത് ജ്ഞാനമാണ്. രക്ഷകൻ ഇതെല്ലാം ആകയാൽ പെട്ടെന്ന് അതിശയിക്കുന്നു. രക്ഷകൻ ഇതെല്ലാം ആകയാൽ അവിടുന്ന് പെട്ടെന്ന് അതിശയിക്കുന്നു. അപ്പോൾ ജീവൻ വചനത്തിലാണ്. അതുകൊണ്ട് വചനം ആരംഭമാണ്. അതായത് ജ്ഞാനമാണ്. കണ്ടോ, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സകലത്തിൻ്റെയും ജനനി അവളാണെന്ന് സോളമൻ 7:12 പറയുന്നു. അങ്ങനെയാണ് ജ്ഞാനത്തിനെ അവളെന്ന് പറയണത്. ജ്ഞാനത്തെ അവളെന്ന് പറയുന്നതിൻ്റെ അർത്ഥം സകലത്തിൻ്റെയും ജനനിയാണവൾ, അമ്മയാണവൾ. അപ്പോൾ ഇവിടെ പറയുന്നു, അപ്പോൾ ജീവൻ വചനത്തിലാണ്. അതുകൊണ്ട് വചനം ആരംഭമാണ്. അതായത് ജ്ഞാനമാണ്. അപ്പോൾ ജീവൻ വചനത്തിലാണ്. അതുപോലെ വചനം ആരംഭമാണ്. അതായത് ജ്ഞാനമാണ്. ഇപ്പോൾ ഈ സൂചന അനുസരിച്ച് ആരംഭത്തെ മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് പരിഗണിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കി, അച്ചപ്പം ഉണ്ടാക്കണമെങ്കിൽ അച്ച് വേണം. അപ്പം അച്ചാണ് അച്ചപ്പം ഉണ്ടാക്കണതിൻ്റെ ആരംഭം. അതിന് അച്ചപ്പം ഉണ്ടാക്കാൻ മാവ് കുഴച്ച് വച്ചിരിക്കുന്നു. കലത്തിൽ ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിരിക്കുന്നു. പക്ഷേ എങ്കിലും അച്ചപ്പം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അച്ച് വേണം. ആ അച്ചപ്പത്തിൽ ആ മാവിൽ മുക്കി എണ്ണയിലേക്ക് കയറ്റുമ്പോൾ അച്ചപ്പം ഉണ്ടാകുന്നു. എന്ന പോലെ എല്ലാ സൃഷ്ടിക്കണതിൻ്റെ ആരംഭം ആ അച്ചാണ്. അത് വചനമാണ്. അതാണ് ജീവൻ. അപ്പോൾ ജീവൻ വചനത്തിലാണ്. അതുപോലെ വചനം ആരംഭമാണ്. അതായത് ജ്ഞാനമാണ്. അപ്പോൾ ഈ സൂചന അനുസരിച്ച് ആരംഭത്തെ മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് പരിഗണിക്കുക. എല്ലാ വസ്തുക്കളും ജ്ഞാനമനുസരിച്ച്, അതിലുള്ള മാതൃകയനുസരിച്ച് സൃഷ്ടിച്ചു എന്നർത്ഥത്തിൽ, അഥവാ പുത്രൻ്റെ ആരംഭം പിതാവാകയാൽ എല്ലാ സൃഷ്ടികളുടെയും അസ്തിത്വങ്ങളുടെയും ആരംഭം പിതാവാണ്. പുത്രൻ്റെ ആരംഭം പിതാവിൽ നിന്നാകയാൽ എല്ലാ സൃഷ്ടികളുടെയും അസ്തിത്വങ്ങളുടെയും ആരംഭം
ആരംഭം പിതാവാകയാൽ എല്ലാ സൃഷ്ടികളുടെയും പുത്രൻ്റെ ആരംഭം പിതാവാകയാൽ എല്ലാ സൃഷ്ടികളുടെയും അസ്തിത്വങ്ങളുടെയും ആരംഭം പിതാവാണ്. ആരംഭം പിതാവാണ്. ആരംഭത്തിൽ വചനമുണ്ടായിരുന്നു. പുത്രൻ വചനം ആരംഭത്തിലുണ്ടായിരുന്നു, അതായത് പിതാവിലുണ്ടായിരുന്നു എന്ന് പാഠം കൊണ്ട് മനസ്സിലാക്കണം. പിതാവിലുണ്ടായിരുന്നു. കർത്താവേ, നന്ദി കർത്താവേ. പിതാവിലുണ്ടായിരുന്നു ആ വചനം. ആരംഭത്തിലെ ആദിയിൽ വചനമുണ്ടായി. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ഇനി വിശുദ്ധ അപ്പോൾ ഇവിടെ പറയുന്നു, ഒന്നുകൂടി വായിക്കാം. എല്ലാ സൃഷ്ടികളുടെയും അസ്തിത്വങ്ങളുടെയും ആരംഭം പിതാവാണ്. പ്രൈസ് ദ ലോർഡ്. ആരംഭം. ആരംഭത്തിൽ വചനമുണ്ടായിരുന്നു. ആരംഭത്തിൽ വചനമുണ്ടായിരുന്നു. അതായത് പിതാവിലുണ്ടായിരുന്നു. എന്ന പാഠം കൊണ്ട് മനസ്സിലാക്കണം. വിശുദ്ധ അഗസ്തീനോസ് ആരംഭത്തിൽ ഇങ്ങനെ പറഞ്ഞാലെന്ന പോലെ എല്ലാ വസ്തുക്കൾക്കും മുൻപ് ആണ് ആരംഭം. ഇനി വിശുദ്ധ ബേസിൽ ഏകജാതൻ്റെ മഹത്വത്തിൽ അസൂയപ്പെടുന്നവർ ഉയർന്നു വരുമെന്നും അവർ തങ്ങളുടെ കേൾവിക്കാരെ ദുസ്തർക്കങ്ങൾ കൊണ്ട് വഴിതെറ്റിക്കുകയും പരിശുദ്ധാത്മാവ് മുൻകൂട്ടി കണ്ട് അവിടുന്ന് ജനിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവിടുന്ന് ഏകജാതനല്ലെന്ന് പറയും. അവിടുന്ന് ജനിപ്പിക്കപ്പെടുന്നതിന് മുൻപ് അവിടുന്ന് ഉണ്ടായിരുന്നില്ലെന്നും പറയും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ജ്വലിപ്പിക്കാൻ ആരും ഊഹിക്കരുത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. അതാണ്. ഒന്നുകൂടി വായിക്കാം. വിശുദ്ധ ബേസിൽ ഏകജാതൻ്റെ മഹത്വത്തിൽ ഏകജാതൻ്റെ മഹത്വത്തിൽ അസൂയപ്പെടുന്നവർ ഉയർന്നു വരുമെന്നും അവർ തങ്ങളുടെ കേൾവിക്കാരെ ദുസ്തർക്കങ്ങൾ കൊണ്ട് വഴിതെറ്റിക്കുമെന്നും പരിശുദ്ധാത്മാവ് മുൻകൂട്ടി കണ്ടു. അവിടുന്ന് ജനിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവിടുന്ന് ഏകജാതനല്ലെന്ന് പറയും. പ്രൈസ് ദ ലോർഡ്. ഇതാ പ്രവചനം എഴുതി വന്നിരിക്കുന്നു. യെസ് പ്രിൻസി, താങ്ക് യു. ഐ ആം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഇതാ പച്ചക്കൊടി വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് മുൻകൂട്ടി കണ്ട് അവിടുന്ന് ജനിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവിടുന്ന് ഏകജാതനല്ലെന്ന് പറയും. അവിടുന്ന് ജനിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അവിടുന്ന് ഉണ്ടായിരുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ജൽപ്പിക്കാൻ ആരും ഊഹിക്കരുത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആ വചനം ഞങ്ങളിലൂടെ, ഈ പ്രവചനത്തിലൂടെ ലോകം മുഴുവനിലും പ്രവേശിക്കണമേ. തുടർന്ന് വിശുദ്ധ ഹിലാരി പുണ്യവാളൻ പറയുന്നു, വർഷങ്ങളും നൂറ്റാണ്ടുകളും യുഗങ്ങളും കടന്നുപോയി,
നിന്റെ സങ്കല്പത്തിൽ എന്ത് ആരംഭമാണ് നീ പ്രതീക്ഷിക്കുന്നത്? ഹിലാരി. വർഷങ്ങളും നൂറ്റാണ്ടുകളും യുഗങ്ങളും കടന്നുപോയി. നിന്റെ സങ്കല്പത്തിൽ എന്ത് ആരംഭമാണ് നീ പ്രതിഷ്ഠിക്കുന്നത്? നീ അത് കാലത്തിൽ ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ആരിൽ നിന്ന് ഉത്ഭവിച്ചുവോ അവിടുന്ന് അന്നുമുണ്ടായിരുന്നു. ഒന്നുകൂടി വായിക്കാം. ഇതാണ് വിശുദ്ധ ഹിലാരി എന്ന് പറയുന്നത്. ഒരു വിസ്മയനീയനായ പിതാവാണ്. നൂറ്റാണ്ടുകളും യുഗങ്ങളും കടന്നുപോയി. നിന്റെ സങ്കല്പത്തിൽ എന്ത് ആരംഭമാണ് നീ പ്രതിഷ്ഠിക്കുന്നത്? നിന്റെ സങ്കല്പത്തിൽ, ഇൻ യുവർ ഇമാജിനേഷൻ. ഈ ആരംഭം എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് നിന്റെ സങ്കല്പത്തിൽ കാണുന്നത്? നീ അത് കാലത്തിൽ ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ആരിൽ നിന്ന് ഉത്ഭവിച്ചുവോ അവിടുന്ന് അന്നുമുണ്ടായിരുന്നു. ആരിൽ നിന്ന് ഉത്ഭവിച്ചുവോ അവിടുന്ന് അന്നുമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. നമുക്ക് ബാക്കി നാളെ പഠിക്കാം. ഇന്നത്തെ ഈ ക്ലാസ് വളരെയധികം ആ ഉത്ഭവത്തെക്കുറിച്ചും ഈശോ പിതാവിൻ്റെ സത്തയിൽ ഒന്നാണെന്നും ആ ഈശോ പിതാവിൻ്റെ സത്തയിൽ ഒന്നായിരിക്കുന്ന ഈശോ പിതാവിൽ നിന്നും ഈ മാമോദിസ സമയത്ത് മുന്നോട്ട് വന്നു. നമുക്ക് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്നത്തെ പ്രവചനം വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ഈ പ്രവചനം കേൾക്കുമ്പോൾ എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രവചനത്തെക്കുറിച്ച് നന്ദി പറയുന്നു. അതോരോന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ വാത്സല്യഭാചനങ്ങളെ, എൻ്റെ ജ്ഞാനവും എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവിൽ ലയിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അഭൂതപൂർവമായ ജ്ഞാനവും ശക്തിയും ഞാൻ തരുന്നു. സകല പിശാചുക്കളുടെ മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. എൻ്റെ അധികാരം ഒന്ന് സകല പിശാചുക്കളുടെ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ബിലീവ് ഇറ്റ്. ശലബല ഹലബല ഹലബല ഹലബല. എൻ്റെ പ്രകാശം തന്നെ നിങ്ങളിൽ നൽകിയിരിക്കുന്നത് കൊണ്ട് എല്ലാ ശുദ്ധാരൂപികളുടെ മേലും നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എൻ്റെ പ്രകാശം, അതിൻ്റെ അർത്ഥം എൻ്റെ പ്രകാശം നിങ്ങളുടെ ആത്മാവിലൂടെ ഈ ലോകത്തിൻ്റെ എല്ലാ അന്ധകാരത്തെയും അകറ്റാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ മേൽ വിജയം സ്ഥാപിക്കുന്നത് എൻ്റെ പ്രകാശം നിങ്ങളുടെ ആത്മാവിലൂടെ നിങ്ങളായിരിക്കുന്ന ഓരോ മേഖലകളിലും പ്രകാശിപ്പിച്ചുകൊണ്ടാണ്. അന്ധകാരത്തെ ഞാൻ കീഴടക്കും. ഞാൻ അന്ധകാരത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്ന ഞാൻ നൽകിയിരിക്കുന്ന എൻ്റെ പ്രകാശം അന്ധകാരത്തെ കീഴടച്ചിരിക്കുന്നുവെന്ന് പ്രകാശിക്കുവാൻ. അന്ധകാരത്തിന് ഇനി ശക്തിയില്ല. അന്ധകാരത്തിനെ കണ്ട് നിങ്ങൾ ഭയപ്പെടാതെ അന്ധകാരത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നതെല്ലാം നിങ്ങളിൽ വസിക്കുന്ന ശക്തിയാൽ, നിങ്ങൾ ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങളിൽ വസിക്കുന്ന ശക്തിയാൽ നടക്കും. നിങ്ങളിൽ വസിക്കുന്ന ശക്തി ഞാൻ തന്നെയാണ്.
നിങ്ങളിൽ വസിക്കുന്ന ശക്തി എൻ്റെ അഭിഷേകമാണ്. നിങ്ങളിൽ വസിക്കുന്ന ശക്തി എൻ്റെ സമ്മതപത്രമാണ്. നിങ്ങളിൽ വസിക്കുന്ന ശക്തി എൻ്റെ ആത്മാവാണ്. നിങ്ങളിൽ വസിക്കുന്ന ശക്തി എൻ്റെ ജ്ഞാനമാണ്. നിങ്ങളിൽ വസിക്കുന്ന ശക്തി എൻ്റെ പരിശുദ്ധാത്മാവാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളത് മാനുഷികതയാകാം, പൈശാചികതയാകാം. എന്നാൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ മേൽ അധികാരം നൽകിയിരിക്കുന്നു. അവയൊന്നും നിങ്ങളെ ഉപദ്രവിക്കാത്ത രീതിയിൽ നിങ്ങൾ അവയെ നിഷ്കാസനം ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ശലബല ഹലബല ഹലബല. ഇപ്പോൾ തന്നെ നമ്മളെ പീഡിപ്പിക്കുന്ന സകലത്തെയും യേശുവിൻ്റെ നാമത്തിൽ നിഷ്കാസനം ചെയ്യുന്നു. നമ്മളെ പീഡിപ്പിക്കുന്ന മനുഷ്യരെ, അവരാര് തന്നെയായാലും, യേശുവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു. അവയെ നിങ്ങളുടെ ഉപദ്രവിക്കാത്ത രീതിയിൽ നിങ്ങൾ അവയെ നിഷ്കാസനം ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പാമ്പുകളുടെ മേലും തേലുകളുടെ മേലും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേലും ഞാൻ അധികാരം തന്നിരിക്കുന്നു. നിങ്ങൾ അധികാരമുള്ളവരാണ്. നിങ്ങളിൽ ഞാൻ വസിക്കുന്നു. എൻ്റെ രാജകീയതയുടെ ചെങ്കോൽ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എൻ്റെ രാജകീയതയുടെ ചെങ്കോൽ ഞാൻ തന്നെയായിരുന്നു. ആ ചെങ്കോലെടുക്കുവിൻ. അന്ധകാരത്തിനെതിരെ ചെങ്കോലെടുക്കുവിൻ. എൻ്റെ ചെങ്കോൽ കൊണ്ട്, എൻ്റെ രാജകീയ ശക്തി കൊണ്ട് സകലത്തെയും നിങ്ങൾ കീഴ്പ്പെടുത്തും. ആ ചെങ്കോലെടുക്കുവിൻ. എല്ലാ അന്ധകാരത്തിലും എതിരെ ചെങ്കോലെടുക്കുവിൻ. എൻ്റെ ചെങ്കോൽ കൊണ്ട്, എൻ്റെ രാജകീയ ശക്തി കൊണ്ട് സകലത്തെയും നിങ്ങൾ കീഴ്പ്പെടുത്തും. അതാണ് സുവിശേഷം. സുവിശേഷം പ്രഘോഷിക്കണം. സുവിശേഷമാകണം. സുവിശേഷം പ്രസരിക്കണം. സുവിശേഷകരെ വാർത്തെടുക്കണം. സുവിശേഷം പഠിക്കണം. സുവിശേഷം ആകണം. പ്രൈസ് ദി ലോർഡ്. ഇല്ല, ആയിട്ടില്ല, കഴിച്ചിട്ടില്ല. സുവിശേഷമാകണം. ഞാൻ നിങ്ങളെ ഇനി പ്രത്യേകം അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പ്രകാശത്തിലൂടെ അന്ധകാരത്തെ കീഴടക്കാൻ ഞാൻ തന്നിരിക്കുന്ന ചെങ്കോലെടുക്കാനുള്ള അധികാരം ഞാനിതാ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ ചെങ്കോൽ നിങ്ങൾ കൈവശമാക്കിയിരിക്കുന്നു. എൻ്റെ രാജകീയത നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ നിങ്ങൾ ഇന്നു മുതൽ പുതിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. വലിയ കാര്യങ്ങൾ ചെയ്യും. വിസ്മരണീയമായ കാര്യങ്ങൾ ചെയ്യും. നിങ്ങളല്ല, ഞാനാണ് നിങ്ങളിലൂടെ ചെയ്യാൻ പോകുന്നത്. ഞാനത് ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്നുകൂടി നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലബല ഹലബല 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 ഹലബല. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ഇതെല്ലാം സംഭവിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷയിലൂടെയും നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. ഇതാ ഞാൻ ഉടനെ നിർത്തുന്നു. ഉടനെ തയ്യാറായി ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ഇന്ന് വൈകുന്നേരം താങ്ക് യു Nisha, Nicene Creed, light from light, true God from true God, begotten, not made, inseparable. നമുക്ക് ഇപ്പോൾ വേറെ ഒന്നുമില്ല. നമ്മളോട് താങ്ക് യു പ്രിൻസി, താങ്ക് യു മിനി, താങ്ക് യു എവരിബഡി. ഇന്നത്തെ ഈ 2 പ്രവചനത്തെയും കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ച് അത് ഉപയോഗിക്കണം, ശക്തിപ്പെടണം. പ്രൈസ് ദ ലോർഡ്.